കണ്ണാടിയും ഒരു കൊച്ചു കഥ. ഒരു വലിയ കാട്ടിൽ ഒരു കൊച്ചു കുരങ്ങൻ താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു തിളങ്ങുന്ന സാധനം കണ്ട് അവൻ അത് എടുത്തു. അതൊരു കണ്ണാടിയായിരുന്നു. കുരങ്ങൻ കൈവീശിയതും കണ്ണാടിയിലെ കുരങ്ങനും കൈവീശി. കുരങ്ങൻ തല ആട്ടിയതും കണ്ണാടിയിലെ കുരങ്ങനും തലയാട്ടി. ഇത് കണ്ട് കുരങ്ങൻ പറഞ്ഞു, എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന പുതിയ സുഹൃത്തിനെ കിട്ടിയല്ലോ. കുരങ്ങൻ ചിരിച്ചു. കണ്ണാടിയിലെ കുരങ്ങൻ ചിരിച്ചു. കുരങ്ങൻ സന്തോഷത്തോടെ സുഹൃത്താണെന്ന് കരുതി കണ്ണാടിയോട് സംസാരിച്ച് അവിടെ നിന്ന് പോയി. അന്നു മുതൽ കുരങ്ങൻ ഓരോ ദിവസവും അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, എല്ലാം പുറമേ കാണുന്ന പോലെ തന്നെ ആകണമെന്നില്ല. ചിന്തിച്ച് മനസ്സിലാക്കി മാത്രം വിശ്വസിക്കുക. സോ വെരി നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ. സിംഹവും എലിയും. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു സിംഹം കാട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഒരു കുസൃതിക്കാരൻ എലി സിംഹത്തിന്റെ മേൽ ഓടിക്കളിച്ചു. ദേഷ്യം വന്ന സിംഹം എലിയെ പിടികൂടി കൊല്ലാനൊരുങ്ങി. ദയവായി എന്നെ വിടൂ, എന്നെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് എലി അപേക്ഷിച്ചു. ഒരു ചെറിയ എലി എന്നെ എങ്ങനെ സഹായിക്കുമെന്നാണ് ഞാൻ എന്ന് കരുതി സിംഹം ചിരിച്ച് അതിനെ വിട്ടയച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഹം വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് രക്ഷപ്പെടാനായില്ല. സിംഹത്തിന്റെ ഗർജനം കേട്ട് എലി ഓടിയെത്തി. എലി തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിച്ചു. സിംഹം രക്ഷപ്പെട്ടു. അന്നു മുതൽ അവർ അടുത്ത സുഹൃത്തുക്കളായി. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, ആരെയും നിസ്സാരമായി കാണരുത്. ചെറിയവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ. ബുദ്ധിമാനായ നരിയും വിഡ്ഢിയായ കാക്കയും. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു കാക്കയ്ക്ക് ഒരു കഷ്ണം നെയ്യപ്പം കിട്ടി. അത് കൊത്തിയെടുത്ത് കാക്ക ഒരു മരക്കൊമ്പിൽ പോയിരുന്നു. അതുവഴി വന്ന ഒരു നരി കാക്കയുടെ വായിലെ അപ്പം കണ്ട് തട്ടിയെടുക്കണമെന്ന് വിചാരിച്ചു. അവൻ മരച്ചോട്ടിൽ നിന്ന് കാക്കയെ പുകഴ്ത്തി സംസാരിക്കാൻ, നിങ്ങളുടെ ശബ്ദം അതിമനോഹരമാണെന്നും എനിക്ക് ഒരു പാട്ട് പാടുമോ എന്നും. ഇത് കേട്ട കാക്ക സന്തോഷം കൊണ്ട് മതിമറന്നു. പാട്ട് പാടാനായി വാ തുറന്നതും വായിലുണ്ടായിരുന്ന നെയ്യപ്പം താഴെ വീണു. നരി വേഗം അതെടുത്ത് ഓടിപ്പോയി. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, മുഖസ്തുതി പറയുന്നവരെ വിശ്വസിക്കരുത്. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ. സ്വർണ്ണമുട്ടയിടുന്ന താറാവ്. ഒരു കൊച്ചു കഥ. ഒരു പാവപ്പെട്ട കർഷകന് ഒരു മാന്ത്രിക താറാവിനെ കിട്ടി. ആ താറാവ് ദിവസവും ഓരോ സ്വർണ്ണമുട്ട വീതം ഇടുമായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് കർഷകൻ വലിയ ധനികനായി മാറി. പക്ഷെ അയാൾക്ക് പെട്ടെന്ന് വലിയ പണക്കാരാകണം എന്ന ദുരാഗ്രഹം തോന്നി. ഈ താറാവിൻ്റെ ഉള്ളിൽ നിറയെ മുട്ടയുണ്ടാകും എന്ന് ആലോചിച്ച് അയാൾ ഒരു കത്തിയെടുത്ത് താറാവിനെ കൊന്നു. പക്ഷെ ഉള്ളിൽ ഒരു സ്വർണ്ണമുട്ട പോലും ഉണ്ടായില്ല. തൻ്റെ അത്യാഗ്രഹം കാരണം കർഷകന് ഉണ്ടായിരുന്ന വരുമാനവും ആ താറാവിനെയും നഷ്ടപ്പെട്ടു. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, അമിതമായ ആഗ്രഹം വലിയ നഷ്ടം വരുത്തിവെക്കും. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ. പ്രാവും ഉറുമ്പും. ഒരു കൊച്ചു കഥ. ഒരു ദിവസം ഒരു ഉറുമ്പ് അബദ്ധത്തിൽ പുഴയിൽ വീണു. വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട ഉറുമ്പ് മുങ്ങിപ്പോവാൻ തുടങ്ങി. ഇത് കണ്ട ഒരു പ്രാവ് പെട്ടെന്ന് മരത്തിന്റെ ഇല നുള്ളി പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. ഉറുമ്പ് ആ ഇലയിൽ കയറി കരയിലെത്തി രക്ഷപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ ആ പ്രാവിനെ ലക്ഷ്യം വെച്ച് തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ഉറുമ്പ് കണ്ടു. തന്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ സഹായിക്കണം എന്ന് ഉറുമ്പ് തീരുമാനിച്ചു. അവൻ വേഗത്തിൽ ചെന്ന് വേട്ടക്കാരന്റെ കാലിൽ കടിച്ചു. വേദന കൊണ്ട് വേട്ടക്കാരൻ നിലവിളിച്ച ശബ്ദം കേട്ട് പ്രാവ് അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്ത നന്മ തിരിച്ചു കിട്ടും. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ. ഒത്തൊരുമയുടെ ശക്തി. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു കർഷകന് വഴക്കാളികളായ 3 മക്കളുണ്ടായിരുന്നു. അവർ എപ്പോഴും പരസ്പരം തമ്മിത്തല്ലും വഴക്കും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിട്ട് ഒരു കെട്ട് വിറക് നൽകി അത് ഒടിക്കാൻ പറഞ്ഞു. 3 പേരും മാറി മാറി ശ്രമിച്ചിട്ടും വിറക് കെട്ട് ഒടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം വിറക് കെട്ട് അഴിച്ച് ഓരോ വടികളായി അവർക്ക് നൽകി. അവർ വളരെ എളുപ്പത്തിൽ ആ വടികൾ ഒടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ വിറകെട്ട് പോലെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ പിരിഞ്ഞു നിന്നാൽ ഈ ഒറ്റ വടി പോലെ ആർക്കും നിങ്ങളെ നശിപ്പിക്കാം. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നേടാം. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഗുഡ് സ്റ്റോറി. ബൈ.